ഹലോ, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്. അപ്പം ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അധികമായിട്ട് വലിയ ഫൗണ്ടേഷനും മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്തായാലും ഡെയിലി പുറത്ത് പോകുമ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ചെയ്തു. ആൻഡ് സെക്കൻഡ് വൺ, നമുക്കറിയാലോ ഇപ്പോൾ ഇവിടെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു സമയമാണ്. കുറേ ക്രീമും കാര്യങ്ങളും ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞാനിവിടെ ആകെ യൂസ് ചെയ്യുന്നത് ഒരു ക്രീമാണ്. അത് ഫേസിന് വേണ്ടി മാത്രം. നമ്മുടെ ലാക്മിയുടെ കാണാമല്ലേ, ഇപ്പം കാണാൻ പറ്റില്ല. ലാക്മിയുടെ ഒരു ക്രീമാണ് കേട്ടോ. ഇതാണ് ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ കൈകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ക്രീം തേക്കുന്നത്. സ്പോഞ്ച് കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെയായിരുന്നു ഫേസിലെ ക്രീം ഇപ്പോഴും. അടുത്തായിട്ട് ലിപ് ബാം. ലിപ്പിൻ്റെ കളർ മാറുമ്പോൾ തന്നെ ഫേസിനൊരു ബ്രൈറ്റ് തോന്നുന്നുണ്ടല്ലേ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് കാണിച്ചു തരാം. ഇത് ലിപ് ബാമും ഇത് നമ്മുടെ ഹെർബൽസിൻ്റെ ലിപ് ബാം. ഇത് നല്ല സാധനമാണ്. ജർമ്മനിയിൽ വരുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനമാണ് ഹെർബൽസിൻ്റെ. ജസ്റ്റ് ഒന്ന് ഇത് ഞാൻ നമ്മുടെ ലുലുമാളിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതൊന്നും വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. ലുലുമാളിൽ നിന്ന് എന്ത് വാങ്ങിച്ചത് 630 രൂപയ്ക്കാണ് ഈ ചീപ്പിനെ വാങ്ങിച്ചത്. ഇവിടെ നമുക്ക് കിട്ടും 1 യൂറോ 2 യൂറോ 3 യൂറോ ഒക്കെ ഉള്ളൂ. നാട്ടിലേക്കാളും വളരെ ചീപ്പാണ് കോമ്പൊക്കെ. അപ്പം കോമ്പൊന്നും ദയവ് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് വരുന്നവരാരും വാങ്ങിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല. ഇത് നല്ലതാണ്, യാതൊരു കുഴപ്പമില്ല. ഇനി ഇവിടെ അതിൻ്റെ ഹെയർ ഫോൾ അത്യാവശ്യം ഉണ്ട്. കാരണം അറിയാലോ, ഈ ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി ഞാനിപ്പോൾ ഇത്രയൊരു 10-24 വർഷം നമ്മുടെ നാട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് വരുമ്പോഴത്തേക്കും ഒരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടോ ഒരു ക്രീം യൂസ് ചെയ്തൊന്നും കാര്യമില്ല, അതുണ്ടാവും. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ബാക്കി വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ബൈ. ഇനി ഒരുങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് ആയുധങ്ങളൊക്കെ നമുക്ക് ഇടേണ്ടതുണ്ട്. ഇല്ലാതെ ജർമ്മനിയുടെ പുറത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ആദ്യം ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചത്. പിന്നെ ഞാൻ എൻ്റെ കോട്ട് എടുത്തിട്ടു. അതിനുശേഷം ഞാൻ വലിയൊരു ബൂട്ടും എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വഴിയിലൊക്കെ നിന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെല്ലാം കാണിച്ച് ഇതാ ഞാൻ പോവുകയായി. ബൈ.